ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചോറും മുട്ടയും കൊണ്ട് ചെയ്തെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ. തലേന്ന് ചോറ് ബാക്കി വന്നാൽ അത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ അതിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ചിട്ടോ പിറ്റേന്ന് രാവിലെ നമുക്ക് വളരെ ഈസി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ചോറ് കളയുകയും വേണ്ട, എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കപ്പ് ചോറും 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ചെറിയ കോഴിമുട്ട ആയതുകൊണ്ടാണ് കേട്ടോ 2 എടുത്തിട്ടുള്ളത്. സാധാരണ വലിയ നോർമലായിട്ടുള്ളൊരു മുട്ട ആണെങ്കിൽ 1 മതിയാകും. അപ്പോൾ ഈ 2 കോഴിമുട്ടയും 3/4 കപ്പ് ചോറും മിക്സിയുടെ ജാറിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ചോറും മുട്ടയും നല്ല പോലെ അരച്ചിട്ടുണ്ട്. ഇത് നാടൻ കോഴിമുട്ട ആയതുകൊണ്ടാണ് ഇതുപോലെ നല്ല യെല്ലോ കളറിൽ കാണുന്നത് കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദയാണ് കേട്ടോ ചേർക്കുന്നത്. ഇതിന് പകരം ഗോതമ്പ് പൊടി എടുത്താലും മതി. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു തവ ചൂടാക്കിയിട്ട് അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു തവയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യം എണ്ണ പുരട്ടുന്നില്ല കേട്ടോ. ആദ്യം തന്നെ എണ്ണ പുരട്ടി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഷേപ്പിൽ ഇത് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ആദ്യം എണ്ണ പുരട്ടുന്നില്ല. ഇരുമ്പ് ചട്ടിയാണെങ്കിൽ ആദ്യം എണ്ണ പുരട്ടിയിട്ട് ചുട്ടെടുക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സാധാരണ ദോശയും അപ്പൊക്കെ ചുടുന്ന രീതിയിൽ ചുട്ടിട്ട് കറിയൊക്കെ കൂട്ടിയിട്ട് വേണമെങ്കിൽ കഴിക്കാം. ഞാനിപ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് മൊരിച്ചെടുക്കുകയാണ് കേട്ടോ, കറിയില്ലാതെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മൈദ ദോശയൊക്കെ ഉണ്ടാക്കുമല്ലോ കറിയില്ലാതെ കഴിക്കാൻ. അപ്പോൾ ഇങ്ങനെ ചോറും കൂടെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ചോറ് വേസ്റ്റായിട്ട് കളയുകയും വേണ്ട, നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്കറിയാമല്ലോ ചോറ് ചേർത്ത് ഉണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ ഒന്നുകൂടെ ഓവർ സോഫ്റ്റായിട്ട് കിട്ടും എന്നുള്ളത്. അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്, തിരിച്ചും മറിച്ചിട്ടിട്ട്. അപ്പോൾ മൊരിച്ചെടുക്കണമെന്ന് നിർബന്ധമല്ല. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കറി കൂട്ടിയിട്ട് സാധാരണ ഒരു ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ നമ്മളോട് ഒരുപാട് പേര് പറയാറുണ്ട്, ഭയങ്കര ഈസിയാണ് രാവിലെ ചെയ്യാൻ, പിന്നെ ഞങ്ങൾ എപ്പോഴും ട്രൈ ചെയ്യാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ റവയും തേങ്ങയും വെച്ചിട്ടൊരു പലഹാരം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതും വളരെ എളുപ്പമായിട്ട് രാവിലെ ചെയ്യാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. Thank you.